ചിത്രീകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഡോസ്റ്റോവ്സ്കിയുടെ അലീഷ്യയാണത് പറഞ്ഞത്. ഓൾ ഓഫ് us ആർ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ആൻഡ് ഐ ഈവൺ മോർ. ഈ ഭൂമിയിലൊക്കെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എനിക്കാവട്ടെ കുറച്ചേറെ ഉത്തരവാദിത്വവും. എല്ലാവരും അത് തിരിച്ചറിയണമെന്നില്ല. വിശേഷിച്ചും ആ പീലാത്തോസിനെ പോലുള്ളവരുടെ സ്പീഷ്യസിന് അന്യം വരുന്നില്ല. എല്ലാ കാലങ്ങളിലും അതിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ വിധിക്കുന്നത് ഒക്കെ അയാളാണ്. ഇവിടെ കൈകഴുകി മാറുന്ന അയാളാണ്. തനിക്ക് മാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിശേഷിപ്പിക്കാവുന്നൊരു കാര്യത്തിനകത്തുനിന്ന് അയാൾ എത്ര വിദഗ്ധമായിട്ടാണ് പുറത്ത് കിടക്കുക. എനിക്ക് ഈ മനുഷ്യൻ്റെ രക്തത്തിൽ പങ്കില്ല. ഇപ്പം എല്ലാ കാലങ്ങളിലും ഈ രണ്ടു തരം മനുഷ്യർ ഈ ഭൂതലത്തിന് മീതെ വ്യാപരിക്കുന്നുണ്ട്, വസിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പൊള്ളി ജീവിക്കുന്ന മനുഷ്യർ, അത്തരം ഉത്തരവാദിത്തങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരവാദിത്തം ഉണ്ടായിട്ടും അതിനകത്തുനിന്ന് വളരെ വിദഗ്ധമായിട്ട് പുറത്തു കടക്കാനായിട്ട് ആശിക്കുന്ന മനുഷ്യരും. ഈ അലീഷ്യയുടെ ജനുസിൽപ്പെട്ട ഒത്തിരി പേരെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാലത്തിലെ ഏറ്റവും നല്ല സുവിശേഷം. തങ്ങൾക്ക് ഈ ഭൂമിയോട് അതിൽ വസിക്കുന്നവരോടൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ടെന്ന് തോന്നുന്ന ഉറപ്പിച്ചിട്ടുള്ള ആ കോസ്മിക് പ്രാപഞ്ചിക ബോധമുള്ള മനുഷ്യരെ ക്രിസ്തുവൊക്കെ കരുന്ന കണക്ക് ഒരേ വിഷത്തിൻ്റെ ചില്ലകളാണ് തങ്ങളും തിരിച്ചറിയുകയും ഒരു ചില്ല തളർത്ത് നിൽക്കുമ്പോൾ തങ്ങൾക്ക് പച്ചപ്പുണ്ടാവുകയും ഒരു ചില്ല കരിഞ്ഞു പോകുമ്പോൾ തങ്ങളുടെ പച്ചപ്പ് കെട്ടുപോകുന്നൊക്കെ ഇന്ന് വിശ്വസിക്കുന്ന, ഇന്ന് വിമിഷ്ടപ്പെടുന്ന കുറേ അധികം മനുഷ്യരുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വെറുതെ ഓർമ്മിക്കുക. നമ്മുടെ ലിസ്റ്റിൽ വെച്ചാണ് ഒരു രോഗിയായ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ, കുറച്ചധികം മാസങ്ങളായിട്ട് തളർന്നു കിടക്കുന്ന ഒരാളെ കാട്ടാനായിട്ട് ഒരു സ്നേഹിതൻ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ബെൻസിൻ അദ്ദേഹത്തിൻ്റെ പേര്. ഇടയ്ക്ക് എവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഈ ആൾ കാർ ഡ്രൈവ് ചെയ്യാനാവാതെ ഇങ്ങനെ വല്ലാതെ അങ്ങോട്ട് കുഴയുകയാണ്. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ആരുമില്ല അവർക്ക്. ഞങ്ങൾ ഒന്ന് രണ്ട് പേര് അവരുടെ വീട്ടിൽ പോയി. ഈ മനുഷ്യൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട് അവിടെ. ചെന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഉത്സവ സമയമാണ്, റംസാൻ സമയമാണ്, എല്ലായിടത്തും ആഘോഷമുള്ള സമയമാണ്. എന്നിട്ടോ ഇവരെ വീട്ടിൽ ചെന്നിട്ട് ആ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആകപ്പാടെ ഉള്ളത് 3-4 കുപ്പി വെള്ളം മാത്രമാണ്. എന്നിട്ട് ഈ മുമ്പോട്ട് ഡ്രൈവ് ചെയ്യാനാവാതെ വല്ലാതെ കുഴഞ്ഞു പോവുകയാണ്. മറ്റുള്ളവരുടെ വിശപ്പ് തൻ്റെ വിശപ്പായിട്ട് പരിഗണിക്കുക, തൻ്റേതല്ലാത്ത ചില മക്കളുമൊക്കെ ഈ ഭൂമിയിലുണ്ടെന്നൊക്കെ കരുതുന്നത് അത് സുവിശേഷം തന്നെയല്ലേ? ഇല്ലെങ്കിൽ ഈ നോർത്തിൽ നിന്ന് ഒരു സ്നേഹിത വിളിക്കുക, 1-2 ദിവസങ്ങളായിട്ട് അവൾക്ക് ഉറക്കം കിട്ടുന്നില്ല. വഴിയോരങ്ങളിൽ കടുത്ത ചൂട് മൂലം പുറത്ത് കിടന്നുറങ്ങുന്ന കുറേ അധികം മനുഷ്യർ, അവരുടെ ഇടയിലേക്ക് ബ്രേക്ക് വിട്ടു പോകുന്ന ആ ട്രക്ക്, കുറേ അധികം പേര് സ്വപ്നത്തിൽ ഇനി ഉണരാത്ത വിധത്തിൽ കടന്നു പോവുകയാണ്. എവിടെയോ തെരുവിൽ കിടന്ന് അപകടത്തിലേറ്റ കുറേ പേരോട് നല്ല സുരക്ഷിതത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്തിനാണ് ഇത്രയും സ്നേഹവും അനുകമ്പയും അനുഭാവമൊക്കെ തോന്നുന്നത്? നേരത്തെ പറഞ്ഞ ആ പ്രാപഞ്ചിക ബോധത്തിൻ്റെ ഭാഗമാണ്. ഈ മുഴുവൻ പ്രപഞ്ചത്തിനും തങ്ങൾ ഉത്തരവാദികളാണെന്നുള്ള തോന്നല. ബൈബിളിൻ്റെ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള സാരമായ വ്യത്യാസം പോലും അതാണെന്ന് തോന്നുന്നു. പഴയ നിയമത്തിൽ വലിയൊരളവിൽ മനുഷ്യർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ തെന്നിമാറാൻ ശ്രമിക്കുന്നുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ? ആദത്തോട് ദൈവം ചോദിച്ചു, നീയാണോ ആ ലംഘനം ചെയ്തത്, ആ വയലേഷൻ, ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലംഘനം? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനല്ല, എൻ്റെ ഭാര്യ എനിക്ക് തന്നത്. എൻ്റെ അവളോട് ചോദിച്ചു, നീയോ? അവൾ പറഞ്ഞല്ല, ആ സർപ്പോ എന്നെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, ഞാനായിട്ടല്ല. അപ്പം ഇങ്ങനെ റിലേയിലെ ബാറ്റിൻ കൈമാറുന്ന കണക്ക് ഓരോരുത്തരും തങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ പോലും അടുത്ത ആളിലേക്ക് മാറി സ്വസ്ഥരാകാൻ ശ്രമിക്കുക. അങ്ങനെ വന്ന് പഴയ നിയമം ഏതാണ്ട് അവസാനിക്കാറാകുമ്പോഴേക്കും നമുക്ക് സ്കേപ്പ് ഗോഡ്സ് ഉണ്ട്. മനുഷ്യർ പറയണ ഞങ്ങളല്ല ശരിക്കും ഞങ്ങളുടെ തിന്മയ്ക്ക് ഉത്തരവാദിത്ത, ആ കാണുന്ന ആട്. എന്നിട്ട് തങ്ങളുടെ സകലമാന പാപങ്ങളും ആടിലേക്ക് ആരോപിച്ചിട്ട് ആ ആടിനെയാണ് അവർ കൊണ്ട് മരുഭൂമിയിൽ ഇട്ട് കളയുക, മരുഭൂമിയിലേക്ക് ഉപേക്ഷിക്കുക. അതോടെ തങ്ങളുടെ പാപങ്ങൾക്ക് വിടുതല എന്നൊക്കെ അവർ കരുതുന്നു. അപ്പോൾ ഇതൊരു തരം അബ്സ്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. കൃത്യമായിട്ട് അതിന് വിശേഷിപ്പിക്കേണ്ട വാക്ക് സ്റ്റോറി ഓഫ് അബ്സ്കൗണ്ടിങ്. പഴയ നിയമത്തിൽ വളരെയേറെ കാണാവുന്ന ഒരു തലമായത്. മനുഷ്യരിങ്ങനെ തന്നെ മാറുകയാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് ഈ റെസ്പോൺസിബിലിറ്റി, ഗോസ്പൽ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഏറ്റെടുപ്പിൻ്റെ, ഒരാൾ അയാൾ ഉത്തരവാദിത്വം എടുക്കുന്നതിൻ്റെ ഒക്കെ ഒരു പുതിയ കാലത്തിൻ്റെ പേരാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. അത് ക്രിസ്തു തന്നെയാണ് അതിന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ അടയാളം. അയാൾ ഈ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കുക.
അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നീ അല്ലല്ലോ ഇതിന് ഉത്തരവാദി, അതിനെന്താണ് ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അപ്പം അതുകൊണ്ടാണ് വെറുതെ ഒരു ചെറിയ ഉദാഹരണത്തിൽ നിന്ന് ഈ ക്രിസ്തു ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ധാരണ നമുക്കുണ്ടാകും. 2 കുഞ്ഞുങ്ങൾ കൂടി കളിച്ചുകൊണ്ടിരിക്കുക, ഇളയവനും ഇളയ പെൺകുട്ടിയും ഒരു ചേട്ടായിയുമാണ്. ആരുടെ കയ്യിൽ നിന്ന് ഒരു ഫ്ലവർ വാസ് താഴെ വീണ് ഉടഞ്ഞു. അപ്പോൾ അടുക്കളയിൽ നമ്മ ഓടി വന്നിട്ട് പറയുകയാണ്, നീയല്ലേ ഇത് പൊട്ടിച്ചത്? ശരിക്കും അവനല്ല പൊട്ടിച്ചത്, ഈ പമ്മി പതുങ്ങിയും ഭയപ്പെട്ടുമൊക്കെ അടിയിലിരിക്കുന്ന അനിയത്തി കൊച്ച. പക്ഷെ അവനൊന്നും മിണ്ടുന്നില്ല, കാരണം അവൻ ഞാനല്ല എന്ന് പറഞ്ഞെന്നാൽ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നീ അല്ലെന്ന് ആണോ അല്ലെന്നെങ്കിലും പറ. ആണേ അല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈ ഇരിക്കുന്ന അതെൻ്റെ കൊച്ചനിയത്തി കൊച്ചാണ് അതിന് ഉത്തരവാദി എന്നുള്ള കൃത്യമായ ഒരു തെളിവല്ലേ അത്? അതുകൊണ്ട് അവനിങ്ങനെ സോളോ ചെയ്യുന്നു. പക്ഷേ ക്രിസ്തു ഇത് കണക്ക് തന്നെ. പിലാത്തോസൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്, നീയാണോ ഇത് ചെയ്തത്? അയാൾ പറയുന്നില്ല, ഇല്ലയെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത് ക്രിസ്തുവിൻ്റെ മൗനം പിലാത്തോസിനെ അത്ഭുതപ്പെടുത്തി. കാരണം ചെയ്തോ ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോഴെങ്കിലും ഉത്തരം കൊടുക്കണ്ടേ? ചെയ്തോന്നോ ചെയ്തില്ലെന്ന് ഇല്ല. അത് പറയുമ്പോൾ പോലും ഒരാൾ അയാളുടെ ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ച ഉത്തരവാദിത്തം അയാൾ പങ്കുവയ്ക്കുക. ഞാനിത് ചെയ്തില്ല എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് പിന്നെ ആര് ചെയ്യുന്നുള്ള പ്രശ്നം വരും. അതുകൊണ്ട് അയാളെല്ലാം വിഴുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് വളരെ നന്നായിട്ട് ബൈബിള് പീലാത്തോസിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ ആശ്ചര്യപ്പെടുത്തി. അപ്പം ഇങ്ങനെ തൻ്റേതല്ലാത്ത ഉത്തരവാദിത്തങ്ങളിലൂടെ മനുഷ്യർ ഏറ്റെടുക്കുന്ന ഒരു പുതിയ കാലത്തിൻ്റെ പേരാണ് സുവിശേഷം. പഴയതാവട്ടെ തങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ പോലും മനുഷ്യർ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന, തങ്ങൾക്കുള്ള ഉത്തരവാദിത്തം പോലും വേണ്ടെന്ന് വെക്കുന്ന, തങ്ങൾക്കുള്ള ഉത്തരവാദിത്തം പോലും കൈമാറുന്ന ഒരു ചരിത്രത്തിൻ്റെ പേരാണ്, റാദർ ഒരു സ്റ്റോറിയുടെയൊക്കെ പേരാണെന്ത് പഴയ നിയമം. വെറാസ് ഇത് ഈ പുതിയ ചരിത്രം ആരംഭിക്കാൻ പറ്റും, ഹിസ്റ്ററി ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിനകത്താണ് ക്രിസ്തു നമ്മളെയും ബലപ്പെടുത്തുന്നത്. എല്ലാത്തിനും നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് തോന്നില്ല. 1-2 ഇടങ്ങളിൽ നമ്മളത് നന്നായിട്ട് മനസ്സിലാക്കും. ഇതാ സമരക്കാരൻ്റെ കഥ എന്താണ്? ഒരാൾ പരിക്കേറ്റ് കിടക്കുന്നു, അതിനകത്ത് എനിക്കെന്താ ഉത്തരവാദിത്തം? അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഒരു പുരോഹിതനും ലെവൈറ്റും ആ വഴിക്ക് പോയി. 2 പേരും ഈ അനുഷ്ഠാന മതവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണെന്നുള്ളത് ഒരുപക്ഷെ ഒരു പുരോഹിതന നിലയിൽ എന്നെയും ഭാരപ്പെടുന്നൊരു വിചാരമാണ്. വിശ്വാസികളെ ഭാരപ്പെടുത്തേണ്ട ഒരു വിചാരം കൂടിയാണ്. കാരണം 2 പേരും പോകുന്നത് ചർച്ച് സർവീസിന് വേണ്ടിയാണ്. പക്ഷെ ആ ചർച്ച് സർവീസിന് വേണ്ടി പോകുന്ന മനുഷ്യർ ഈ വഴി കിടക്കുന്ന ആൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കരുതി അവരാരെ കാണാനാണ് പോകുന്നത്? എന്താരാധിക്കാനാണ് അവർ പോകുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് വരാവുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്താണത്? ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല. ശരിയാ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമല്ല. വഴിയിൽ പരിക്കേറ്റ മനുഷ്യരൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണോ? എവിടെയാണ് ഈ സമരിയാക്കാരൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത്? അയാളുടേതായ യാത്രയിലാണ്. നമ്മൾ ഓർമ്മിക്കണം, അയാൾക്കും അയാളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. വ്യാപാരത്തിന് പോകുന്ന മനുഷ്യനാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പം ഇതിനൊക്കെ ഒരു ടൈം ബൗണ്ടായ സംഭവങ്ങളാണ് ഈ വ്യാപാരം എന്നൊക്കെ പറയുന്നത്. എന്നിട്ടോ ഈ ഒരു മനുഷ്യനെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ വായിച്ചു കേൾക്കുന്നു, അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ആളെ തൻ്റെ കഴുതപ്പുറത്ത് കൊണ്ടുപോയി സത്രത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നു. പിന്നീട് അയാളുടെ കണക്കുകൾ തീർത്തു കൊള്ളാമെന്ന് പറയുന്നു, തിരികെ വരുമ്പോഴും കാണാമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരു തരം സാധാരണമായ രീതിയിൽ ഉത്തരവാദിത്തം പ്രകാശിപ്പിച്ച ഒരാളെയാണ് ക്രിസ്തു ആ നല്ല സമരക്കാരെന്ന് വിളിച്ച കാലാകാലങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. ഇന്നും മനുഷ്യർ എന്തെങ്കിലും നല്ല ചെയ്യുമ്പോൾ നമ്മൾ പറയും ആ നല്ല സമരക്കാരനാണ്. സമരക്കാരൻ എന്നുള്ള ഫ്രൈസ് വന്നത് അയാൾ കാണിച്ച ഈ പറയുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നാണ്. നമ്മുടെ കാലത്ത് അപകടങ്ങളിൽ പോലും ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ആരും പുലർത്തില്ലെന്ന് എന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാവുന്നത്. എത്ര എളുപ്പത്തിലാണ് മനുഷ്യർ അപകടം നടന്ന ഇടങ്ങളിലേക്കൊന്ന് നോക്കിയിട്ട് തങ്ങളുടെ വണ്ടി വേഗത്തിൽ ഓടിച്ചു പോകുന്നത്. അടുത്ത കാലത്തായിട്ട് വേറൊരു കൗതുകം കൂടിയുണ്ട്. അപകടം നടന്ന ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ മൊബൈലിൽ ഈ ചിത്രങ്ങൾ എടുക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ ഭീകരമായ വിധത്തിൽ അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള മനുഷ്യരുടെ എന്ത് കൈമാറാനാണ് ശ്രമിക്കുന്നത്? ബ്ലൂ ചിപ്പിലൂടെ ഇതിൻ്റെ തങ്ങളെടുത്ത ചിത്രങ്ങൾ കാണിച്ച് മനുഷ്യരെ ഭയപ്പെടുത്തി. അത് തങ്ങൾ കുറേ കൂടി സിറ്റിസൺ ജേർണലിസം, ഇപ്പോൾ ആ വാക്ക് അങ്ങനെ അവർ വിളിക്കുന്നത്, സിറ്റിസൺ ജേർണലിസം. ആരും ഇതിനകത്ത് നിന്ന് ഇടപെടുന്നില്ല, എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ ആരെങ്കിലും ആരുടെയെങ്കിലും കാര്യത്തിൽ ഇടപെടണമെങ്കിൽ ആദ്യം ഈ ഭൂമിയിൽ എവിടെയും സംഭവിക്കുന്ന പരിക്ക് ആത്യന്തികമായിട്ട് തനിക്ക് സംഭവിക്കുന്ന പരിക്കാണെന്ന് തിരിച്ചറിയുമ്പേ ഉള്ളൂ. അതായത് ഒരാൾക്കൂട്ടത്തിനകത്ത് ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഒരു 100 പേരിങ്ങനെ കൂടി നിൽപ്പുണ്ട്. ഒരു സ്കൂൾ യൂണിഫോമൊക്കെ അണിഞ്ഞൊരു കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് കിടപ്പുണ്ട്. നിങ്ങളും അതിനകത്ത് കാഴ്ചക്കാരനാണ്. പെട്ടെന്ന് നിങ്ങളൊന്ന് തലപൊക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി, ദൈവമേ ഇത് എൻ്റെ കുട്ടിയുടെ സ്കൂൾ യൂണിഫോമാണ്. കുറച്ചുകൂടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും മനസ്സിലാവുന്നു, ദൈവം ഇത് എൻ്റെ കുഞ്ഞ് തന്നെ. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തോടുള്ള ഒരാളുടെ ബന്ധത്തെ ഉറപ്പിക്കുന്ന, ആ ബന്ധത്തെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ഉത്തരവാദിത്വം. ആ പ്രപഞ്ചവുമായിട്ട് തനിക്ക് ബന്ധമില്ല എന്ന് കരുതുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട്
ഈ പ്രപഞ്ചവിഷത്തിൽ നിന്ന് മാറി നടക്കും. അയാളെക്കുറിച്ച് ക്രിസ്തു പറയുന്നത് അയാൾ ഈ മുറിച്ച ചില്ലയാണ്. ആ മുറിച്ച ചിലയ്ക്ക് ജീവരസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരിക്കലും ഈ പ്രപഞ്ചവിഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനും പറ്റില്ല. അപ്പോൾ ആ പ്രാപഞ്ചിക ബോധം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല, അത് മെഡിറ്റേഷൻ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരാളുടെ ലോകം വിശാലമാകുന്നതനുസരിച്ചിട്ട് അയാൾ ഉത്തരവാദിത്തത്തിൻ്റെ വ്യാസവും വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു തുടക്കത്തിൽ പറയുന്നത് എന്താണ്, നിങ്ങൾ ഇസ്രയേലിൽ നിന്ന് ആരംഭിക്കുക. ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ സാർത്ഥവാഹക സംഘത്തെ അയക്കുമ്പോൾ ക്രിസ്തു അവരോട് പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾ ഇസ്രയേലിൽ നിന്ന് ആരംഭിക്കുക. അതിനർത്ഥം ഈ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്ലോബലായൊരു കൺസെപ്റ്റ് പോലും അല്ല. വാസ്തവത്തിൽ അത് ഗ്ലോബലായി മാറുന്നതാണ്. തുടക്കം വളരെ ചെറിയ ഇടങ്ങളിൽ നിന്നാണ്. എന്താ ഇസ്രയേൽ എന്ന് പറയുന്നത്, യുവർ മോസ്റ്റ് റെസ്പോൺസിബിൾ ആൻഡ് മോസ്റ്റ് ഇൻറ്റിമേറ്റ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ഏറ്റവും അടുപ്പവും അടുപ്പവും ഉത്തരവാദിത്തമുള്ള ഇടത്തെ വിളിക്കുന്ന വാക്കാണ് ഇസ്രയേൽ. യുവർ മോസ്റ്റ് ഇൻറ്റിമേറ്റ് ആൻഡ് മോസ്റ്റ് റെസ്പോൺസിബിൾ സ്പേസ്. ഒരു അധ്യാപന ക്ലാസ് മുറി ആയിരിക്കാം തൻ്റെ ഇസ്രയേൽ. വീട്ടമ്മയ്ക്ക് വീടായിരിക്കാം തൻ്റെ ഇസ്രയേൽ. നിങ്ങളൊരു തൊഴിലാളിയാണെങ്കിൽ നിങ്ങളുടെ ഫാക്ടറി ആയിരിക്കാം ഇസ്രയേൽ. നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഇടങ്ങളിൽ പുലർത്തുന്ന ശ്രദ്ധയിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ആരംഭിക്കുക. പിന്നീടാണ് പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാവൽക്കാരാകുന്ന വിധത്തിൽ കാര്യങ്ങളുടെ ആ വൃത്തം വലുതാകുന്നത്, വ്യാസം വലുതാകുന്നത്. അപ്പം ആരംഭിക്കേണ്ട ഇവിടെ നിന്ന് തന്നെ. സ്വന്തം ദാമ്പത്യ ബന്ധങ്ങളുടെ കാവൽക്കാരാകുന്നു, ഉത്തരവാദിത്തമുണ്ടോ? മക്കളുടെ കാര്യത്തിൽ എന്തുമാത്രം ഉത്തരവാദിത്തം പുലർത്തുന്നു? അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിൽ മേഖലയ്ക്കകത്ത് എന്തുമാത്രം ഉത്തരവാദിത്തമുണ്ട്? കൂലിക്ക് വേണ്ടി മാത്രം പണി ചെയ്യുന്ന ആളും താനും നമ്മൾ വ്യത്യാസം ക്രിസ്തുവൊക്കെ പറയുന്ന കണക്ക് എന്താ വ്യത്യാസം? കൂലിക്ക് വേണ്ടി പണി ചെയ്യുന്ന ആൾ ചെന്നായി വരുമ്പോഴേക്ക് ഓടിപ്പോകും. പക്ഷെ മറ്റേ ആളാവട്ടെ ഈ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും കൊടുക്കും. ഒരു തൊഴിലിൽ ഏർപ്പെടുമ്പോഴും ഒരു നിയോഗത്തിലായിരിക്കുമ്പോഴും ഒക്കെ ഈ രണ്ട് സാധ്യതയുണ്ട്. കൂലിക്ക് വേണ്ടി ചില ജോലി ചെയ്യുന്നവരും ഉത്തരവാദിത്ത ബോധത്തിൽ ജോലിയിൽ ഏർപ്പെടുന്നവരും. അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഉണ്ട് ഈ വ്യത്യാസങ്ങൾ. അപ്പോൾ ഭൂമിയുടെ ഉത്തരവാദിത്തം തനിക്കുണ്ട് എന്ന് മനുഷ്യൻ നിഷേധിച്ചോ അന്നോട്ട് അവന് മനസ്സമാധാനം ഇല്ലെന്നുകൂടി ഓർമ്മിക്കുന്ന നല്ലതാണ്. ഓർമ്മിക്കണം, ആദ്യത്തെ ദൈവം ഈ ഭൂതലത്തിൽ മുഴങ്ങി ഒന്നാമത്തെ ചോദ്യം നീ എവിടെയാണെന്ന്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു, നിന്റെ സഹോദരൻ എവിടെ? വെരി യുവർ ബ്രദർ. ബ്രദർ എന്ന് പറയുമ്പോൾ അസിസിലെ ഫ്രാൻസിസ് ഞങ്ങളുടെ സഭയുടെയൊക്കെ സമൂഹത്തിൻ്റെ ആചാര്യൻ കരുതുന്ന കണക്ക് ഭൂമിയിലുള്ള എല്ലാത്തിനെയും വിളിക്കേണ്ട വാക്കാണ് ബ്രദർ. അതുകൊണ്ടാണ് അയാൾ സൂര്യനെ കയറി ബ്രദർസൺ എന്ന് വിളിക്കുന്നത്, ചന്ദ്രനെ കയറി ചന്ദ്രിക പെങ്ങളെ എന്ന് പാട്ട് പാടുന്നത്, അമ്പിളിപ്പെങ്ങളെ എന്നൊക്കെ പാട്ട് പാടുന്നത്. അപ്പോൾ ബ്രദർ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കായന എന്ത് കൊടുക്കുന്ന ഉത്തരം, തർക്കുത്തരം എന്ന് പറയുന്നത് ആ കഠിനമാണ്. മാനവരാശിയുടെ മീതെ ഒന്നും സ്വപ്നം കാണേണ്ടെന്നുള്ള മട്ടിലാണ് അയാൾ ദൈവത്തോട് മറുപടി പറയുക. അയാൾ എന്താ പറയുന്നത്, ഞാനാണോ അവൻ്റെ കാവൽക്കാരൻ? ഒരാൾ തൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനല്ല എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഹൂ എൽസ്? പിന്നെ ആരാ ഇതിൻ്റെയൊക്കെ കാവൽക്കാരൻ? വയോധികരായ മാതാപിതാക്കന്മാരുടെ കാവൽക്കാരാരാ? വഴിതെറ്റാൻ സാധ്യതയുള്ള കുഞ്ഞുമക്കളുടെ കാവൽക്കാരനാരാ? ഒരുപക്ഷെ തെല്ലിടറി നടക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാവൽക്കാരനാരാ? ഈ പ്രപഞ്ചത്തിൻ്റെ കാവൽക്കാരനാരാ? ഈ വെട്ടിക്കളയുന്ന വൃക്ഷങ്ങളുടെ കാവൽക്കാരനാരാ? മനുഷ്യ കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ഈ ആമമുട്ടകളുടെ കാവൽക്കാരനാരാ? അതുമൊക്കെ ഉണ്ട്. കുറേ അധികം ചെറുപ്പക്കാർ കണ്ണൂർ വശങ്ങളിൽ ആ മുട്ട വിരിയുന്നിടത്തോളം കാലം ഇങ്ങനെ ഊഴം നിന്ന് ആ മുട്ടയെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുണ്ട്, ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. എന്നിട്ടോ ദൈവം അയാളോട് പറയുന്നത് എങ്ങനെയാണ്, നീ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഓർമ്മിച്ചു കൊള്ളണം, നിനക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. ആ വാക്കുപയോഗിക്കുന്ന എങ്ങനെയാണ്, നീ അവസാനത്തോളം അലയുന്നവനായിരിക്കും. ഈ ഉത്തരവാദിത്തത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ യു വിൽ ബി റെസ്റ്റ്ലെസ് അണ്ടിൽ ഡെത്ത്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു അനുജനുണ്ട്, അയാൾ ചെറിയ തൊഴിലിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ തൊഴിൽ തന്നെ ഇല്ല. നിങ്ങൾ ഭേദപ്പെട്ട വിദ്യാഭ്യാസം കിട്ടി ദൈവാനുഗ്രഹത്താലോ ഒക്കെ ആയിട്ട് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെത്തി. നിങ്ങളുടെ മക്കളൊക്കെ പഠിപ്പിച്ച് വലുതാക്കി, അവരേറ്റവും നല്ല ഇടങ്ങളിൽ പഠിക്കുന്നു, ഏറ്റവും നല്ല ഇടങ്ങളിൽ അവർ പ്ലേസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ കവലയിൽ ചെറിയ ചുമടൊക്കെ എടുക്കാനായിട്ട് നിങ്ങളുടെ സഹോദരൻ്റെ ഒരു കുട്ടി നിൽക്കുന്നത് നിങ്ങൾ കാറിലൂടെ പോകുമ്പോൾ കാണുന്നുണ്ട്. അയാൾ കുഞ്ഞ് നിങ്ങളെ കാണുന്നില്ല, കാരണം നിങ്ങളുടെ കാറ് പുറത്തുനിന്നൊന്നും കാണാനാവാത്ത വിധത്തിൽ വളരെ പ്രൊട്ടക്റ്ററായ കാറാണ്. അതിനകത്തൊന്നും കാണുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാമല്ലോ. ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സ്വസ്ഥത ഉണ്ടാവും? നിങ്ങളുടെ തന്നെ രക്തത്തിൽ പിറന്ന നിങ്ങളുടെ തന്നെ സഹോദരൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞല്ലേ. അപ്പോൾ ഈ ഭൂമിയുടെ ഉത്തരവാദിത്തങ്ങൾ, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ വ്യാസം വർദ്ധിപ്പിക്കാത്തവർക്ക് എന്തൊക്കെ പറഞ്ഞാലും സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നീ നിദാനത്തോളം അലയുന്നവനായിരിക്കും. അപ്പോൾ മനസ്സമാധാനത്തിന് വേണ്ടി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇങ്ങനെ ജീവിക്കുന്നവർക്ക് മനസ്സമാധാനം ഇല്ലെന്നില്ല. അവർ അതിന് മീതിയായിട്ട് ചില ശാന്തി കണ്ടെത്തുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഭൂമിയെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്കൊരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധമില്ല. മറ്റേത് അവർ കുറ്റബോധം മറച്ചാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ആഘോഷങ്ങളിലൊക്കെ പെട്ടിട്ട് അവർ ആ കുറ്റബോധം അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ
തീരെ വയ്യാത്തൊരു സമയം വരും. തീരെ വയ്യാത്തെന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് മാത്രം വയ്യെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിനും ഉണ്ട് ഒരു അവരോഹണത്തിൻ്റെ സമയം. ആ ഒരു സമയത്തിനകത്ത് അവർക്ക് കൃത്യമായിട്ട് തങ്ങൾ പാലിക്കാതെ പോയ ചില ഉത്തരവാദിത്തങ്ങൾ അവരെ ഭാരപ്പെടുത്തും. പാപത്തെ പോലും നമ്മൾ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഫെയിലിയർ ഇൻ ടു ബി റെസ്പോൺസിബിൾ. ഒരാൾ ഉത്തരവാദിത്വം എടുക്കാനായിട്ട് പരാജയപ്പെട്ട സംഭവത്തിൻ്റെ പേരാണ് പാപം. അത് അപ്പനെന്നുള്ള നിലയിലാവാം, അധ്യാപകൻ നിലയിലാവാം, ഒരു സാമൂഹ്യ സ്നേഹി നിലയിലാവാം, വൈദിക നിലയിലാവാം. ഈ ഉത്തരവാദിത്തങ്ങളിൽ തോൽക്കുന്ന പരിപാടിയുടെ പേരാണ് പാപം തോന്നുന്നു. കാരണം ഇതിൻ്റെയൊക്കെ കാവൽക്കാരാകാനായിട്ട് വിളിച്ച മനുഷ്യർ മിഴിപൊട്ടി പോകാൻ പാടില്ലല്ലോ. അപ്പം അത് തന്നെയാണ് പാപം പോലും, വയലേഷൻ ഇൻ യുവർ റെസ്പോൺസിബിലിറ്റി. ബൈബിളിലെ ഒരു ചെറിയൊരു സംഭവം കൂടി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അത് ആ പുരുഷാരത്തെ ക്രിസ്തു ഊട്ടുന്ന ആ രംഗമാണ്. ശിഷ്യന്മാർ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തം മാറാൻ പോയി. അവർ വന്നിട്ട് പറയുന്നു, ഇത് നേരം വൈകി തുടങ്ങി, ഇനി ഇവർക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അവരെ ആ ഗ്രാമങ്ങളിലേക്ക് വിടുക, എന്നിട്ട് അവർക്കുള്ള ഭക്ഷണം കണ്ടെത്തട്ടെ. ഒരു വളരെ നന്നായിട്ട് തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കുറേ പേര് ഒഴിഞ്ഞു മാറുന്ന ഭാഗമാണ്. പകൽ മുഴുവൻ ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടിരുന്നിട്ട് അന്ത്യമാകുമ്പോഴേക്കും അവരവരുടെ ഭക്ഷണം തേടി പോകട്ടെ എന്ന് പറയുന്നതിനകത്ത് കരുണയോ മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന ഘടകങ്ങളുടെ സാന്നിധ്യമില്ല, പ്രസൻസ് ഇല്ല. ആ ക്രിസ്തു നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വൈകിയ വേളയിൽ ഇവർക്ക് ഏത് ഗ്രാമങ്ങളിൽ നിന്ന് ഭക്ഷണം കിട്ടും നിങ്ങൾ കരുതുന്നത്? മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ക്ലസ്റ്ററായിട്ട് മാത്രം മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളാണ്. ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് വേറെ ചില ഗ്രാമങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം അവരെ വെറുതെ പെരുവഴിയിലേക്ക് വിടുക എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. ഇതൊരു നുണയാണെന്ന് പോലുള്ള അർത്ഥത്തിൽ പിന്നെ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നേരം വൈകിട്ടും ഇല്ലെന്നാണ് പറയുന്നത്. കാര്യങ്ങൾ എളുപ്പം എന്ത് ചെയ്യുന്നു ഒഴിവാക്കാൻ വേണ്ടി ശിഷ്യർ കാണിച്ച മാർഗം പോലുമാണെന്നാണ് പറയുന്നത്. കാരണം ഇതിന് ശേഷം കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് നമ്മൾ വായിക്കുന്നത് മാർക്ക് 6 അധ്യായത്തിനകത്താണ്. ഇത് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത് അപ്പോൾ നേരം വൈകി എന്നൊക്കെ പറയണം. അപ്പോൾ ഇനിയും കുറേ കാലം നടക്കാനിരിപ്പുണ്ട്. അപ്പോൾ ഇവരൊരു ഉത്തരവാദിത്വം പതുക്കെ തെന്നി മാറുകയാണ്. അപ്പോൾ ക്രിസ്തു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. അത് അവരുടെ കൃത്യമായിട്ട് അവരുടെ ആ ഉത്തരവാദിത്തത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് അവരുടെ ലൈഫിനെ വീണ്ടും ഫോക്കസ് ചെയ്യിക്കുക. നിങ്ങൾ തന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. പല കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു മാറുമ്പോൾ അവൻ നമ്മളോട് പറയും, നിങ്ങൾ തന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കുക. ഉടനെ തന്നെ ഇവർ വീണ്ടും അതിനകത്തൊന്നും തന്നെ മാറാൻ സമയം. അവർ പറയുന്നത് 200 ധനാരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവർക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാമായിരുന്നു. അതാ ഈ അടുത്ത കാലത്തായിട്ട് സംഭവിക്കുന്ന ഒരു പുതിയൊരു പ്രതിഭാസമാണ്. എല്ലാത്തിനകത്തും ഈ വലിയ വലിയ സ്ഥാപനങ്ങൾ മാത്രം ഇങ്ങനെ ഇടപെടുന്നു, വലിയ വലിയ വ്യക്തികൾ മാത്രം ഇടപെടുന്നു, അവരുടെ ഫണ്ടിങ് ഉണ്ടാവുന്നു. ഒരു വെള്ളം കൊടുക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് സ്പോൺസേഴ്സ് ആവശ്യമായിട്ട് വരുന്നു. ഇത് ഫണ്ടിങ്ങാണ്. ഇതിൻ്റെയൊക്കെ സൂചനകൾ ഇതിനകത്ത് കിടപ്പുണ്ടോ? എന്നിട്ടോ അവൻ അവരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച അപ്പത്തിൽ നിന്ന് അത്ഭുതം ചെയ്യുന്നു. തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്നൊക്കെയാണ് നമ്മളിതിനെ വിളിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഗ്ലോക്കലി എന്ന് ഒരു അനൂഷ് എന്ന് പറയുന്ന സ്നേഹിതൻ പറഞ്ഞു തന്നു. പുതിയൊരു വാക്ക് കോയിഞ്ഞിരിക്കുക, ഗ്ലോക്കലി. തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് സ്വന്തം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അലീഷയോടൊപ്പം ഇങ്ങനെ പറയണം, ഓൾ ഓഫ് us ആർ റെസ്പോൺസിബിൾ ആൻഡ് ഐ ഈവൺ മോർ. ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും എല്ലാവരും ഉത്തരവാദികളാണ്. എനിക്കാവട്ടെ കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ടാകും. ജീവിതം പ്രഭാമയം സന്നിധാനം തമോന്മുഖം ജീവിതം